പ്രവചന ശ്രവിച്ച് ഹൃദയം വെട്ടി ഒരുങ്ങിയിരിക്കുന്ന ഹൃദയത്തിലേക്ക് സാക്ഷ്യ ശുശ്രൂഷകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ദൈവവചനം കേൾക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അത്ഭുതകരമായ സൗഖ്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഈ സൗഖ്യത്തിന്റെ ചില സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എന്നിലും ഇതുപോലെ ഒരു നാൾ ഒരു അത്ഭുതം നടക്കണമേ. പല പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ആ നിയോഗങ്ങൾ ഞങ്ങൾക്കും സാധിപ്പിച്ചു തന്ന് ഈ അൾത്താരിൽ കയറി സാക്ഷ്യം നൽകുവാനായിട്ടുള്ള വരം തരണമേ എന്ന് പ്രാർത്ഥിക്കണം. ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് കുറെ പേർ ഇതിനോട് ഒരുമിച്ച് സാക്ഷ്യം നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ശ്രദ്ധയോടെ ഈ സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആദ്യമായി സാക്ഷ്യം നൽകുന്നു ഷിൽജ. എന്റെ പേര് ഷിൽജ. ഞാൻ ആനന്ദപുരത്ത് നിന്ന് വരുന്നു. ഞാൻ 4th ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. ആന്ധ്രയിലാണ് പഠിക്കുന്നത്. എനിക്ക് 3 വർഷവും എക്സാം വളരെയധികം ടഫായിരുന്നു. അപ്പം ഞാനിവിടെ അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു, എക്സാമിന് പോണേ മുന്നേ 7 സ്വർഗസ്നായം, 7 നന്മ നിറഞ്ഞ മറിയമേയും 7 തൃത്വസ്തുതിയും വെച്ച് പ്രാർത്ഥിക്കാൻ. പിന്നെ എൻ്റെ അമ്മ 19 വർഷമായി ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ എക്സാം ടൈമിൽ എൻ്റെ അമ്മ 7 വെള്ളിയാഴ്ച ചാവർപിതാവിൻ്റെയും നൊവേനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിന്റെ ഫലമായി എനിക്ക് 3 വർഷവും ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാവാനും എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സോട് പാസ്സാവാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നഴ്സിംഗ് സ്കൂളിലെ ഒരു കുട്ടി പ്രാർത്ഥിച്ചപ്പോൾ ബാച്ചിലുള്ള എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്സോട്, ഇതിനകത്ത് കുറെ നഴ്സിംഗ് കുട്ടികൾ ഇരിക്കും, കാര്യം മനസ്സിലായില്ലേ? ഒരു കുട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ 23 പേരും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 7 പേർക്കാണ് ഡിസ്റ്റിങ്ഷൻ അതിനകത്ത് ഉണ്ടാകും. കരങ്ങൾ ഉയർത്തിയടിച്ച നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിലുന്നതനേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്നും മനമേ, പാടുക നീ എന്നും മനമേ. സാക്ഷ്യം നൽകുന്നു ഓമന തോമസ്. കാരുണ്യവനായ കർത്താവ് ദൈവത്തിന് നന്ദി. പേരെന്താണ്? എന്റെ പേര് ഓമന തോമസ്. വീട് തൃശ്ശൂര് സെന്റ് തോമസ് കോളേജിനടുത്ത് ഉദയനഗറില്. ഞങ്ങൾ 7 വർഷമായിട്ട് പറ്റാവുന്ന എല്ലാ വെള്ളിയാഴ്ചയും കുടുംബസമേതം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എന്റെ കാലിന്റെ മുട്ടുവേദന, ഉപ്പിറ്റുവേദന മാറിക്കിട്ടി. നിലവിളക്കിലെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 7 മാസം ആദ്യ വെള്ളിയാഴ്ചയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഒരു സ്ഥല വിൽപ്പന നടന്നു. ചെറിയൊരു സ്ഥലത്തിന്റെ കേസ് ഉണ്ടായിരുന്നു. അത് എല്ലാ തടസ്സം നീക്കി അത് തള്ളിപ്പോയി. 1 മാസം മുന്നേ പട്ടത്തച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി എനിക്ക് തിമിരത്തിന്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അത് ഏറ്റവും വിജയകരമായി നടത്തി തന്നു. എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, കുടുംബസമേതമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് വളരെയേറെ വിലയുണ്ട്. ഇന്ന് ചില കുടുംബങ്ങളുടെ അച്ഛൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുരിശിന്റെ ആശ്വാദ സമയത്ത് 17 പേരെയാണ് അസ്ഥി സംബന്ധമായ രോഗം, നട്ടെല്ല് സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകിയ ഒരു മെസ്സേജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ വീട്ടിൽ ചെന്നതിന് ശേഷം ഒന്ന് നോക്കുക. ഇവിടെ വന്നപ്പോൾ പലതരത്തിലുള്ള അസ്വസ്ഥതകളുമായി നിൽക്കുവാനോ മുട്ടുകുത്തുവാനോ എഴുന്നേൽക്കുവാനോ പറ്റാത്ത വണ്ണത്തിൽ, കരങ്ങൾ ഉയർത്താനൊക്കെ പറ്റാത്ത വിധത്തിലുള്ള 17 പേരെ ഇന്ന് അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ സമയത്തിന്റെ പരിധിയിൽ ചോദിക്കുന്നില്ല. ഒന്ന് എങ്കിലും ഇരുന്നു കൊണ്ട് അത്ഭുതകരമായി സൗഖ്യം. വന്നപ്പോൾ എഴുന്നേൽക്കാൻ പറ്റിയിരുന്നില്ല, നിൽക്കാൻ പറ്റിയില്ല. അതുപോലെ അപ്രകാരമുള്ള ഒന്ന് കരങ്ങൾ ഉയർത്തുന്ന കാണിച്ചെന്ന് കാണിട്ടൊന്ന് അസ്ഥി സംബന്ധമുള്ള രോഗം ഇവിടെ വന്നതിന് ശേഷം മാറിയ 1, 2, 3, 4 ഒന്ന് കരങ്ങൾ ഉയർത്തിക്കും. നന്നായിട്ടൊന്ന് പതുക്കെന്ന് വീശി കാണിച്ച് നട്ടേല് സംബന്ധമായി 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 പേര് എന്റെ കണ്ണിൽ കാണുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായ സൗഖ്യം. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ഓർത്തോപീഡിസ്റ്റാണ് യേശു കർത്താവ്. വിശ്വസിക്കുക. ഇന്ന് വിശുദ്ധ കുർബാന സമയത്ത്, തുടർന്ന് നടക്കുന്ന ആരാധന സമയത്ത് അത്ഭുതകരമായ സൗഖ്യം ഇപ്രകാരമുള്ളിൽ നടക്കുന്ന സമയമായിരിക്കുമെന്ന് കർത്താവ് സന്ദേശത്തിൽ അറിയിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തെ മഹത്വപ്പെടുത്താം. കാര്യങ്ങൾ ഉയർത്തിയടിച്ച നന്ദി പറയാം. സാക്ഷ്യം നൽകുന്നു ക്രിസ്റ്റീൻ. എന്റെ പേര് ജാൻസി എന്നാണ്. സ്ഥലം പർപ്പൂര്. എന്റെ മകൻ ക്രിസ്റ്റിക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം പറയുന്നത്.
എൻ്റെ മകന് പഠിക്കാനായിട്ട് വളരെയധികം ഓർമ്മക്കുറവുകളായിരുന്നു. അങ്ങനെ അവനെ ഹോമിയോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി IQ ടെസ്റ്റൊക്കെ നടത്തി. അപ്പോഴാണ് അവർ പറയുന്നത് ഒരു ചെറിയൊരു പ്രോബ്ലം അവനുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും കൂടി അവന് പഠിച്ചു പോകാനുള്ള സമയം അവന് കിട്ടുന്നില്ല, അതുകൊണ്ട് അവന് ശ്രദ്ധിക്കണം എന്ന്. അങ്ങനെ ഞാൻ ജെറുസലേമിൽ എല്ലാ വെള്ളിയാഴ്ചയും വരുന്ന ഒരാളാണ്. അങ്ങനെ ഇവിടെ വന്ന് പരിശുദ്ധമ്മയോട് യാചിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി പരിശുദ്ധമ്മയോട് ഞാൻ പ്രകാരം പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയെ 10ാം ക്ലാസ്സിലെ ഫുൾ A+ കൂടി വിജയിപ്പിക്കുക തന്നു കഴിഞ്ഞാലേ അമ്മയുടെ സന്നിധാനത്തിൽ വന്ന് അവനെ സാക്ഷ്യം പറയുവാനും പൂമാല ചാർത്താനും ഒരു കൂട് മെഴുകുതിരി കത്തിക്കുവാനും അവനെ കൊണ്ട് സാധിക്കാവുന്ന പൈസ നേർച്ച പെട്ടിയിലിടാനും ഞാൻ നേർന്നിരുന്നു. അതിന്റെ ഫലമായി ജൂൺ 20-ാം തീയതി അവന്റെ റിസൾട്ട് വന്നു. ഫുൾ A+ കൂടി അവൻ വിജയിച്ചു. യേശുവിനെ നന്ദി, യേശുവെ സ്തുതം. പരിശുദ്ധാമ്മയുടെ അനുഗ്രഹമാണ് നമ്മൾ ഓരോ മക്കളെയും അങ്ങനെ വർഷിക്കുന്നത്. യേശുവെ ശാസ്ത്രം, യേശുവെ നന്ദി. പ്രിയപ്പെട്ടവരെ, കുട്ടികളുടെ പ്രത്യേകമായിരിക്കുന്ന മോഡൽ എക്സാമിനേഷൻ തുടങ്ങി വരുന്ന ദിവസങ്ങളിലാണ് നമ്മളിവിടെ SLC +2 കുട്ടികളുടെ പഠന പരീക്ഷാ വിജയത്തിനുള്ള നമ്മൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. അന്ന് മുതൽ റിസൾട്ട് വരുന്നവരെയാണ് അതിൽ സംബന്ധിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇന്നിതാ ക്രിസ്ത്യൻ പഠനത്തിൽ പിന്നോക്കമായിരുന്നു, പലതരത്തിലുള്ള കുറവുകളുണ്ടായിരുന്നു. എന്നിട്ടും അമ്മയുടെ പ്രാർത്ഥന, ഇവിടുന്ന് ഉയരുന്ന ബലിയുടെ പരിമള ധൂപങ്ങളുടെ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് ക്രിസ്ത്യൻ നല്ല മാർക്കോടെ ഫുൾ A+ പാസ്സായ സന്തോഷകരമായ വാർത്തയാണ് നമ്മൾ കേട്ടത്, സാക്ഷ്യം നൽകിയത്. കരങ്ങൾ ഉയർത്തിയടിച്ച് വിജയം നൽകിയ കർത്താവിനെ മഹത്വപ്പെടുത്താം, പാട്ടുപാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. സാക്ഷ്യം നൽകുന്നു ജോസഫ്. എൻ്റെ പേര് വത്സ, കുരിയച്ചിറയാണ് വീട്. എനിക്ക് 3 മക്കള്, ഒരാണും 2 പെണ്ണും. മോനൊരു ആൺകുട്ടിയില്ല, 2 പെൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ആൺകുട്ടിയെ ദൈവം തരുമോ എന്നുള്ള ചോദിച്ച് ദൈവത്തിനോട് നന്നായി പ്രാർത്ഥിച്ചു. ഈശോയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾക്കൊരു ആൺകുട്ടീനെ തായോ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അവൾക്കാണിച്ചെങ്കിൽ ഗർഭപാത്രം ഒരു തടിപ്പുണ്ട്, അപ്പൊ ഉണ്ടാവോ ഇല്ല എന്നുള്ളത് അറിയില്ല. അപ്പൊ ആ സമയത്താണ് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈശോയോടും മറിയത്തിനോടും ഔസേപ്പുണ്ണിയോടും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു. മൂത്ത മോൾക്ക് 13 വയസ്സും ഇളയ മോൾക്ക് 8 വയസ്സുമാണ് ഉള്ളത്. ആ സമയത്താണ് ഞങ്ങൾക്ക് ഒരു ഉണ്ണി ഉണ്ടാവാൻ പോകണമെന്നുള്ളത് അറിഞ്ഞപ്പോൾ ഈശോയെ ഞങ്ങൾക്കൊരു ആൺകുട്ടീനെ തരും എന്നുള്ളൊരു ഉറച്ചൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഇത് 3ാമത്തെ പെൺകുട്ടിയാണെങ്കിൽ നിങ്ങൾ എന്തൊട്ട് ചെയ്യുക? ഇല്ല, അത് ആൺകുട്ടിയാണ്, പിന്നെ അതിന് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ളൊരു എന്തോ ഒരു ധൈര്യം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷെ ജനിച്ചപ്പോൾ ഒരു ആൺകുട്ടിയാണ്. പക്ഷെ അവൾക്ക് പ്രഷറും ഇതൊക്കെ കൂടിയിട്ട് ആകെ വിഷമത്തിലായിരുന്നു. അപ്പൊ നന്നായി പ്രാർത്ഥിച്ചു, അവൾക്ക് യാതൊരു ആപത്തില്ലാതെ കിട്ടണ ദൈവമേ എന്ന് പറഞ്ഞു. ഈശോ എല്ലാ കാര്യങ്ങളും നടത്തി തന്നു. 9 ആഴ്ച ഞാൻ നിയോഗം വെച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളോട് വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എല്ലാം സാധിപ്പിച്ചെന്ന് തന്നെ യേശുവിന് നന്ദി. അമ്മ പ്രാർത്ഥിച്ചിട്ടില്ലേ, ഒരാൺകുട്ടിനെ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ കർത്താവിന് തരും എന്ന് പറഞ്ഞു. നമുക്ക് സംശയപ്പെട്ട് ചോദിക്കേണ്ട കാര്യമില്ല. ഒരമ്മയുടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ കർത്താവ് കേൾക്കുന്നു. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു കണ്ണുനീര് വീഴുന്നതിനേക്കുമ്പോൾ കണ്ണുനീര് കാണുന്നുണ്ട്. നിന്റെ രോഗമോ നിന്റെ സങ്കടമൊന്നും പല പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ്. 2 ആൺകുട്ടികൾ, ചിലർക്ക് അങ്ങനെയുണ്ട്. 2 പെൺകുട്ടികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ 3ാമത്തതും പെൺകുട്ടി തന്നെ ആയിരിക്കുന്നത്. പക്ഷെ കർത്താവ് കൊണ്ട് തിരിച്ചെഴുതുവാണ്. എന്ത് വേണം? കർത്താവിന്റെ പക്കലേക്ക് നമ്മൾ തിരിഞ്ഞിരിക്കണം, യേശുവിനോട് പ്രാർത്ഥിക്കണം. എന്നിതാ മോന്റെ പേര് നല്ല ഒരു കുട്ടൻ, ജോസഫ് കുട്ടൻ. ജോസഫ് എന്ന വാക്കിന്റെ അർത്ഥം വളർത്തുന്നവൻ എന്നാണ്. 2 ചേച്ചിമാരെയും വളർത്താൻ പറ്റിയ ഒരു ഓമനക്കുട്ടനായ ജോസഫ് ഇതാ വന്നിരിക്കുകയാണ്. കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. നാഥനാൾ തോറും ചെയ്ത നന്മകളോർത്ത് പാടുക നീയെന്നും മനമേ, പാടുക നീയെന്നും മനമേ. മൂത്ത ചേച്ചിക്ക് ഒരു കുഞ്ഞാങ്ങളെ കിട്ടിയ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയുടെ കയ്യിൽ തന്നെ ഉണ്ണിയെ കൊടുത്ത് അവർ യാത്രയാവാണ്. കൈയടിച്ച് കഥണം നന്ദി പറയാം. നമുക്ക് സാക്ഷ്യം നൽകാം. ലിസി. എന്റെ പേര് ലിസി, മാപ്രാണത്തുനിന്ന് വരുന്നു.
ഞാൻ എൻ്റെ മകൾക്കും കുഞ്ഞിനും വേണ്ടിയിട്ടാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ മകൾ ഗർഭിണിയായിരിക്കലെ ആരംഭത്തിൽ തന്നെ അവൾക്ക് അലർജി അസുഖം വന്ന് ശരീരം മുഴുവൻ അലർജി സംബന്ധമായി അവൾക്ക് ശരീരം മുഴുവൻ ചുമന്ന് തടിക്കുകയും ചൊറിച്ചിലും ഒക്കെ അസ്വസ്ഥത ഉണ്ടാവുകയും ഗർഭം തന്നെ അലസി പോകുമെന്നുള്ളൊരു ഭയത്തിലായിരുന്നു. ഞാനിവിടെ വന്ന് 3 ആഴ്ച പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് അവൾക്കുടെ അസുഖം അപ്പോൾ തന്നെ മാറി കിട്ടി. പിന്നെ അവൾ പ്രസവിച്ചു, നല്ലൊരു പെൺകുഞ്ഞിന് കിട്ടി. ആ പെൺകുഞ്ഞിന് 4 മാസമായപ്പോൾ ആ കുഞ്ഞിന്റെ 2 മുട്ടുകാലിലും ഇതുപോലെ തന്നെ ചുമക്കും വെളുപ്പുമുള്ള അടയാളങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ 3 ഡോക്ടർമാരെ കൊണ്ട് ഈ കുഞ്ഞിനെ കൊണ്ട് കാണിച്ചു. 3 ഡോക്ടർമാരും പറഞ്ഞു തൽക്കാലം ഇതൊന്നും മാറില്ല, ഇതിങ്ങനെ നിൽക്കുള്ളൂ, എന്ത് പറ്റിയാലും കാര്യമില്ല എന്ന്. ഒരു ഓയിൽമെന്റിനും ആ അലർജിയെ മാറ്റാൻ സാധിച്ചില്ല. ഞാനിവിടെ വന്ന് 3 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് കുർബാനയിലും ആരാധനയിലും കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അന്ന് ഒരു ദിവസം ഇവിടെ പട്ടത്തച്ഛന്റെ പിറന്നാൾ ദിവസമായിരുന്നു. അന്ന് ഞാൻ കൂടുതൽ ശക്തിയായി പട്ടത്തച്ഛനെ ഓർത്തുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിന്റെ വെളിച്ചെണ്ണ കൊണ്ടുപോയി ദിവ്യവേദന ഔഷധമായി ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എന്റെ കുഞ്ഞിനെ കഴുകി വിശുദ്ധീകരിച്ച് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ അമ്മയും കുഞ്ഞും പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡോക്ടർമാർക്ക് സുഖപ്പെടുത്താൻ പറ്റാത്തത് ദിവ്യവൈദ്യനും ഔഷധമായ യേശുവിൽ വന്ന് നിറയണമെന്ന് ഈ പ്രാർത്ഥന യേശുവിനെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ട് എന്ത് രോഗമായി കൊള്ളട്ടെ കേട്ടോ. ഇതിനകത്ത് കുറച്ചുപേര് സ്കിൻ ഡിസീസ് ഉള്ളവരിവിടെ വന്നിട്ടുണ്ട്. ഇന്ന് കർത്താവ് ഇന്ന് വിശുദ്ധ കുർബാന അമ്മ പറഞ്ഞു കേട്ടില്ലേ, കുർബാനയിലും ആരാധനയിലും നമ്മൾ 8:30 ആരംഭിച്ച് 3:30 സമാപനം കുറിക്കും. അതിന്റെ ഇടയ്ക്ക് ആരും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അമ്മ പറയും വിശുദ്ധ കുർബാനയിലും ആരാധന സംബന്ധിച്ച് ദിവ്യവൈദ്യനും ഔഷധമായി ഈശോയെ ഈ രോഗപീഡയിൽ ഈ ത്വക്ക് സംബന്ധ രോഗങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു, അത് മകൾക്കുണ്ടായി. മാതാവിന്റെ നിലവിളിക്കലെ എണ്ണയുടെ അത്ഭുതകരമായിരിക്കുന്ന പ്രാർത്ഥനയും അതിന്റെ സൗഖ്യവും വഴിയായിട്ട് അമ്മയ്ക്ക് മകൾക്ക് ഇന്ന് പൂർണ്ണമായി സൗഖ്യം കിട്ടി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി കാര്യങ്ങൾ ഉയർത്തിയടിച്ച് നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു എൽസി. എന്റെ പേര് എൽസി, സ്ഥലം കോടാലി. ഞാൻ എന്റെ വീട് പണിക്ക് തടസ്സം വന്നപ്പോ ഇവിടെ വന്ന് 3 വെള്ളിയാഴ്ച നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ലൂയിസ് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചപ്പോ അച്ഛൻ പറഞ്ഞു പെരപണിയൊക്കെ ഭംഗിയായി നടക്കുന്നു. പെരപണി ഭംഗിയായി നടന്നു. കഴിഞ്ഞ കൺവെൻഷനിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് എന്റെ മോനെ ചേർന്ന് ജീവിത പങ്കാളിനെ കിട്ടി കല്യാണം കഴിച്ചു. ഈ മെയ് 17-ാം തീയതി ആയിരുന്നു കല്യാണം ഭംഗിയാക്കി തന്ന ജെറുസലേം നാഥനും മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിനും തടസ്സം അങ്ങനെയുള്ള ആളുകളിലൂടെ വന്നിട്ടുണ്ടാവും. നമ്മളിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്. വിവാഹത്തിന് തടസ്സം, വസ്തു വിൽപ്പനയ്ക്ക് തടസ്സം, വിദേശത്ത് പോകാൻ തടസ്സം, പരീക്ഷയ്ക്ക് എഴുതാൻ തടസ്സം, ഇങ്ങനെ പല വിധത്തിലുള്ള ബന്ധനക്കെട്ടുകളുണ്ട്. വലത് കരം ഉയർത്തിയ മകളെ ഒന്ന് വലത് കരം ഉയർത്തി. എന്താണോ നിന്റെ തടസ്സം അത് കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിച്ച് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എൽസി കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്വരമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ബന്ധനക്കെട്ടുകൾ അഴിക്കാൻ കർത്താവിനാണ് സാധിക്കുക. നീ ദൈവത്തിലെ ആശ്രയം വെച്ച് കർത്താവിനെ വിളിക്കണം. കർത്താവേ, പലതരത്തിലുള്ള ബന്ധനത്തിൽ കുടുങ്ങിയിരിക്കുന്ന അനേക മക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. കർത്താവെ, ബന്ധനക്കെട്ടുകൾ അഴിക്കാൻ കാൽവരി മലിൽ ഒഴുകുന്ന തിരുരക്ത യോഗ്യതയാൽ, തിരുക്കുരിശിന്റെ ശക്തിയാൽ, തിരുവചന ശക്തിയാൽ എല്ലാ ബന്ധനക്കെട്ടുകളും ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ വിട്ടുപോകട്ടെ. കുടുംബത്തിന്റെ വഴക്കുകൾ, ബന്ധനങ്ങൾ വിട്ടുപോകട്ടെ. ഭാര്യ ഭർത്തൃ സംശയങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഇവിടെ ആയിരിക്കുന്ന സർവ്വ ബന്ധനങ്ങളും കുരിശിൻ ചുവട്ടിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് ചവിട്ടി താഴ്ത്തുന്നു. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറയും. സാക്ഷ്യം നൽകുന്നു ഇസബെല്ല അനബെല്ല. എൻ്റെ പേര് സനിൽ, വീട് ചിറക്കലാണ്. ഞാൻ സിംഗപ്പൂരാണ് വർക്ക് ചെയ്യുന്നത്. എനിക്ക് 2 മക്കളുണ്ടായതിനു വേണ്ടി സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യ ആദ്യ പ്രസവനായപ്പോൾ അത് അബോഷണായിരുന്നു. അതിനുശേഷം പട്ടത്തച്ഛനും ജെറുസലേം ടീമും സിംഗപ്പൂർ ധ്യാനത്തിന് വന്നിരുന്നു. ധ്യാനം കൂടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി അന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിനുശേഷം ആദ്യത്തെ പ്രാവശ്യം അബോഷണായതിന്റെ അടുത്ത കൊല്ലം അതേ ദിവസം തന്നെ ഞങ്ങൾ ഭാര്യ 2ാമത് പ്രഗ്നന്റ് ആയി. പിന്നെ 1 മാസത്തിന് ശേഷം 2 മക്കൾ, 2 ട്വിൻസ് എന്നറിയണേ.
അത് കഴിഞ്ഞ് ഞങ്ങളൊരു 4 മാസം പ്രഗ്നൻസിയുടെ 4 മാസം നാട്ടിലേക്ക് 4 മാസം 5 മാസം നാട്ടിലേക്ക് വന്നു. അതിനുശേഷം ഇവിടെ 2-3 മാസം ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ എല്ലാ വെള്ളിയാഴ്ച ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. 7-ാം മാസമായപ്പോൾ ഒരു കുട്ടിക്ക് വളർച്ചയുടെ ഒരു ഇത് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 2 പേര് 8-ാം മാസത്തിൽ പിന്നെ പ്രസവിച്ചു. നേരത്തോടെ എളി പോന്നായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സഹായത്താൽ 2 പേരും മക്കൾക്ക് അസുഖങ്ങളൊന്നുമില്ലാതെ 2 പേരും ആരോഗ്യത്തെ ജനിച്ചു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. ഇവിടെ സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട് ഇപ്പോൾ അനേകം പേര് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. സിംഗപ്പൂര് ജെറുസലേം വചന കൂടാരത്തിന്റെ കൺവെൻഷനിൽ സനിലും ചിന്തയും അന്ന് അത് ധ്യാനത്തിലുണ്ടായിരുന്നു. അന്ന് അവിടെ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഇന്നിതാ അവരുടെ സന്തോഷം പങ്കിടാൻ വേണ്ടി അത് ഈ അൽത്താരിൽ തന്നെ പറഞ്ഞ ദൈവജനത്തിന്റെ മുമ്പിൽ സാക്ഷ്യം നൽകാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇവിടെ പല സ്ഥലങ്ങളിലും കൺവെൻഷൻ വേദികൾ നടക്കുന്ന മെസ്സേജുകൾ ചിലവരൊക്കെ അവിടുന്ന് വിളിച്ചു പറയാറുണ്ട്. ചിലവരോട് വരുമ്പോൾ സൗകര്യപ്പെട്ട് കുറച്ച് ദിവസത്തെയല്ലേ വരുന്നത്. ഇന്ന് അതിനുവേണ്ടി സനിലും ചിന്തയും അതിനുവേണ്ടി പ്രത്യേകമായി സമയം കണ്ടെത്തി. ഇന്നിത് ഇസബെല്ല എന്നും അനബെല്ല എന്നും വണ്ണം 2 സുന്ദരികളായ കുട്ടികളെ ഇത് അൽത്താരയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ലോകത്തിന് മുമ്പിൽ സാക്ഷ്യമാണ്. വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഏറ്റവും ശ്രദ്ധയോടെ വചനം ശ്രവിച്ച് മാനസാന്തരപ്പെട്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ഹൃദയങ്ങൾ, ഗർഭപാത്രങ്ങൾ വീണ്ടും പുഷ്പിതമായി കുഞ്ഞുങ്ങളെ നൽകുന്ന 2800-ലധികം കുഞ്ഞുങ്ങളെ നൽകിയ യേശുവിന്റെ വേണമെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ഗർഭപാത്രമാണ് ജെറുസലേം വചന കൂടാരം. ഇന്നിതാ സന്നിലും ചിന്തയും ഇതിൽ ഭാഗഭാക്കാക്കി തീർന്നിരിക്കുകയാണ്. ഈ വലിയ സന്തോഷത്തിന് ഞങ്ങൾ പങ്കുചേരുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തിയടിച്ച് നല്ല ദൈവത്തോട് നമുക്ക് കുടുംബത്തോട് ഒരുമിച്ച് നന്ദി പറഞ്ഞു. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ വാഴ്ത്തോരം ചെയ്ത നന്മകളോർത്ത് പാടുക നീ എന്ന് മനമേ, പാടുക നീ എന്ന് മനമേ. സ്തുതി സ്തുതി എൻ മനമേ, സ്തുതികളിൽ ഉന്നതനേ, നാഥൻ വാഴ്ത്തോരം